ഹായ് ഹലോ എം.ആർ. പോൾട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളെ കോഴിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോറ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇട്ടിട്ട് ചോറ് അല്ലെങ്കിൽ വേറെ മറ്റുള്ള എന്ത് ഫുഡിലായാലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് നല്ലതാണ്. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ പറയുന്നത് ഭയങ്കരമായിട്ട് ശക്തിയിലുള്ള മഴയുണ്ട്, അതിൻ്റെ കൂടെ തന്നെ വെയിലും, അത് മാറി മാറിയുള്ള ഒരു കാലാവസ്ഥയാണല്ലോ. അപ്പോൾ അസുഖങ്ങൾ വരാൻ എളുപ്പം കഴിയും. അപ്പോൾ അത് പേടിച്ചിട്ട് ഇങ്ങനെ ഇവർക്ക് നന്നായിട്ട് ഇങ്ങനെ ഈ ചോറിലോ അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ഫുഡിലൊക്കെ തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയോ വെള്ളത്തിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ കഞ്ഞിവെള്ളവും അതിലൊക്കെ കുറച്ച് മിക്സാക്കിയൊക്കെ കൊടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്നപ്പം അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത് ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന ഫുഡിലൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ ഫുഡ് വേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മളെ അടുക്കളയിൽ ഉണ്ടാകുന്ന ഫുഡ് വേസ്റ്റ്, അതായത് തലേന്നത്തെ ഭക്ഷണത്തിൻ്റെ കുറച്ച് വേസ്റ്റ് ഉണ്ടാവും, അതുപോലെ നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ വേസ്റ്റ് ഉണ്ടാവും, പഴങ്ങളെ വേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ നമ്മൾ എടുത്ത് വെക്കുന്ന ഡസ്റ്റ്ബിൻ ഉണ്ടല്ലോ, അതിൽ ഇട്ട് വെച്ചതായിരുന്നു. അപ്പം ഞാനത് സാധാരണ നമുക്കൊരു പിന്നെ ഇത് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടൊരു പുറത്തൊരു ഇത് സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതിൽ കൊണ്ടുപോയിട്ട് ഇടലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ച് ഇതിൽ കൊണ്ടിടുന്നതിനെക്കാളും നല്ലത് ഇവർക്ക് കൊടുത്താലേ ഇവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ കൊണ്ടിടുന്ന വേസ്റ്റ് വെറുതെ അതിൽ കൊണ്ടിടുന്നതിന് പകരം നമ്മളെ കോഴികൾക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ എല്ലാം ഉൾപ്പെട്ട സാധനങ്ങൾ ഈ ഒരു ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഇവർക്ക് ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ ഇവരെ പാത്രത്തിലൊന്നും ഇട്ട് കൊടുത്താലൊന്നും ഇവർക്ക് മര്യാദയ്ക്ക് കൊത്തി തിന്നാനും എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ നല്ല ചാക്കെടുത്തിട്ട് അതിൽ ഇട്ട് കൊടുത്താട്ടോ. അപ്പോൾ നിലത്താകുമ്പോൾ അവർക്ക് അവരുടെ സൗകര്യത്തിന് കഴിക്കുകയും ചെയ്യാം, നല്ല ഇതിൽ കൊത്തി തിന്നുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്ത് അങ്ങനെ. അപ്പോൾ അവർക്ക് അത് കിട്ടിയപ്പം തന്നെ എല്ലാ തരം ഭക്ഷണങ്ങളും കൂടെ അതൊരു ചുരുക്കി പറഞ്ഞ ഒരു സദ്യ പോലെയായി. എല്ലാ തരവും അവർക്ക് വേണ്ടതൊക്കെ അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ അത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുറത്തുനിന്ന് ഞാനിപ്പോൾ ഈ കോഴീനെയൊക്കെ ഉള്ളിലേക്ക് ആക്കുകയാണ്. എല്ലാ കോഴികളും പുറത്താണ് പിന്നെ ഉണ്ടാവുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഈ പുറത്ത് കടന്ന് ശീലിച്ച കുറച്ച് കോഴികളുണ്ട്. എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിലൂടെ പുറത്ത് ചാടിയിട്ട് അതിഥ്യങ്ങൾ എപ്പോൾ നോക്കിയാലും നമ്മൾ നോക്കുമ്പം പുറത്തായിരിക്കും ഉണ്ടാവുക. ഈ പുറത്ത് ഇപ്പോഴത്തെ ഈ സമയത്ത് പുറത്തൊക്കെ വിട്ടാൽ നായ വന്നാലും കുറുക്കൻ വന്നാലും കാണൂല. അതെന്ന് വെച്ചാൽ വലിയ ശക്തിയിലുള്ള മഴയും കാര്യമൊക്കെ പെയ്യുന്ന സമയത്തൊക്കെ ഇതിറ്റുങ്ങൾ പുറത്തുണ്ടെങ്കിൽ ഈ മഴേൻ്റെ ഇതിൻ്റെ ഒന്നും പിന്നെ ഇതിൽ നായ ആയാലും കുറുക്കനായാലും എന്ത് വന്നാലും ഇവർ സൗണ്ട് ഉണ്ടാക്കിയാലൊന്നും നമ്മൾ കേൾക്കുകയില്ല. അത് പേടിച്ചിട്ടാണ് ഇതിറ്റുങ്ങളെ പിടിച്ച് ഉള്ളിലിടുന്നത്. ഇവരാണെങ്കിൽ എതിലെങ്കിലും നുഴഞ്ഞ് പുറത്ത് ചാടുകയും ചെയ്യും. എപ്പോൾ നോക്കിയാലും പുറത്താണ്. രാത്രി ആണെങ്കിൽ കൂട്ട് കയറുകയില്ല. അതൊരു ഭയങ്കര വിഷയമാണ്, കൂട്ട് കയറില്ല. എന്നിട്ട് ഈ കോഴിമക്കളാണ് നമ്മൾ ആദ്യം വിരിയിച്ച കോഴിമക്കളുണ്ടല്ലോ, അതിറ്റങ്ങളാണ് അധികവും പുറത്തായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് രാത്രി ആകുമ്പോൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. നമ്മൾ വിചാരിക്കും ഇവർ കൂട്ട് കയറിയിരിക്കും. പിറ്റേന്ന് രാവിലെ ഒരു നേരം വെളുത്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഇവർ പുറത്തുണ്ടാവും. അപ്പോൾ ഇത് സ്ഥിരം പരിപാടിയാണ്, എങ്ങനെയായാലും കൂട്ട് കയറില്ല ഇവർ.